ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. 236 കിലോ ചന്ദനവുമായി രണ്ടുപേരെ വനം വകുപ്പ് പിടികൂടി. കരിമ്പുഴ ആറ്റാശ്ശേരി ഒടമല മുഹമ്മദ് സക്കീർ, ശ്രീകൃഷ്ണപുരം പതിയത്തൊടി ബാബു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പട്ടാമ്പി മരുതൂരിലെ വാടക വീട്ടിൽ ചന്ദനം എത്തിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതിനിടെയായിരുന്നു ഇവരെ പിടികൂടിയത്. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു നിന്നും വനംവകുപ്പിന്റെ കാടുകളിൽ നിന്നും മുറിച്ചെടുത്ത് വിൽപ്പന നടത്തുകയാണെന്നാണ് കണ്ടെത്തൽ. വർഷങ്ങളായി ഇത്തരത്തിൽ ചന്ദനമരം മുറിച്ച് വിൽപ്പന നടത്തുന്നുണ്ടെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. മുഹമ്മദ് സക്കീറിന്റെ സഹോദരൻ സംഭവ സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു. അനധികൃതമായി ചന്ദനം മുറിച്ചു കടത്തുന്നവരെ കുറിച്ച് വനംവകുപ്പിന് രഹസ്യ വിവരം നൽകി അവരെ പിടികൂടുമ്പോൾ ഈ സമയം മുതലെടുത്ത് ചന്ദനം കടത്തുകയാണ് സക്കീർ ചെയ്തിരുന്നതെന്നും പറയുന്നു. കരിമ്പുഴ മേഖലയിൽ ചന്ദനക്കടത്ത് നടത്തുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നും വനംവകുപ്പ് കരുതുന്നു. വനംവകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു വ്യാഴാഴ്ച രാവിലെ വനംവകുപ്പിന്റെ പരിശോധന. ഇവർ വിൽപ്പനയ്ക്കായി ഉപയോഗിച്ചിരുന്ന 2 ഓട്ടോറിക്ഷകളും വനംവകുപ്പ് പിടിച്ചെടുത്തു. 3 പേര് കൂടിയിട്ട് ചന്ദനങ്ങൾ ചെത്തി ഒരുക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവായിട്ട് ചന്ദനം ചെത്തി ഒരുക്കുമ്പോൾ നമ്മൾ പിടിച്ചു. അതിൽ ഒരാൾ ഓടിപ്പോയി. ഈ 3 പ്രതികളിൽ സജീർ ആണ് ഓടിപ്പോയിട്ടുള്ളത്. 2 പ്രതികളെ നമുക്ക് പിടികൂടാൻ പറ്റി. 3ാമത്തെ പ്രതി നമ്മൾ ഉടനെ പിടിക്കും. അവിടെ നിന്ന് നമുക്ക് ചന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചന്ദനം ചെത്തിയ രീതിയിലുള്ളതും ചെത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ളതും ചീളുകളും 2 വാഹനങ്ങളും. ഇത് ചെത്തിയ ചന്ദനം ഒരു ഓട്ടോറിക്ഷയിൽ ആർക്കോ വിൽക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞ് വെച്ച രൂപത്തിലും, ബാക്കിയുള്ളത് കുറച്ച് ചന്ദനം ഗുഡ്സിലും കുറച്ച് ആ വീട്ടിൽ നിന്നും അതിൻ്റെ വീടിനോട് ചേറിയുള്ള ഒരു ചായ്പിലും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് സക്കീറാണ് സംഭവത്തിൽ 1ാം പ്രതി. 2ാം പ്രതിയായി സഹോദരനാണെന്നും വനംവകുപ്പ് പറയുന്നു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KP ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ പിടികൂടിയത്. ചിത്തര വിമൻസ് അക്കാദമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി.